മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്നാം ഭാഗത്തിൽ നമ്മൾ സംഖ്യാലോകം നമ്പർ വേൾഡിലെ അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ടെക്സ്റ്റിലത്തെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലത്തെ പ്രോബ്ലം ചെയ്യുകയും ക്ലാസ്സിൽ വളരെ മിടുക്കരായി മാറുകയും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്പർ 28 28ാമത്തെ പേജിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതിൽ പറയുന്നത് എന്താ, രണ്ടക്ക സംഖ്യകളിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഒരു സീറോ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്. അതായത് ഒരു സീറോ ഡിജിറ്റ് വരുന്ന രീതിയിലുള്ള എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, രണ്ടക്ക സംഖ്യകളുണ്ട്. ഒരു പൂജ്യം വരുന്നത് നോക്ക്, 10, 20, 30, 40 മുതൽ 90 വരെ. ഇത് എത്ര ഉണ്ടാവും? 1 മുതൽ 9 വരെ എത്ര ഉണ്ട്? 9 ഉണ്ടാവുമല്ലോ. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 9. അപ്പൊ ഒരു പൂജ്യം വരുന്ന, ഒരു 10 വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര? ടോട്ടൽ നമ്പർ അവരെ 9. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സീറോ വരാത്ത എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തറിയാം? ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം. എത്ര അറിയാം? ടോട്ടൽ 2 ഡിജിറ്റ്, ടോട്ടൽ ഞാനിവിടെ എഴുതിയേക്കാം. ടോട്ടൽ 2 ഡിജിറ്റ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എഴുതി വെച്ചിട്ടുണ്ട്? 90 ആണ് ടോട്ടൽ 2 ഡിജിറ്റ്സ്. ടോട്ടൽ 2 ഡിജിറ്റ്സിൽ എന്തായി മാറി? സീറോ ഉള്ളതുമായി സീറോ ഇല്ലാത്തതുമായി. അപ്പൊ സീറോ ഉള്ളത് എത്ര വരുന്നുണ്ട്? 9. ആകെ എത്ര വരിക? 90. അപ്പൊ സീറോ ഇല്ലാത്ത ഇതേമാതിരി എത്ര വരും? ഈ 90ൽ നിന്ന് 90ൽ നിന്ന് ആരെ കുറച്ചാൽ മതി? സീറോ ഉള്ളത് കുറച്ചാൽ മതിയില്ലേ? 90ൽ 9 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 81. അപ്പൊ 11 മുതൽ 99 വരെ നമുക്ക് എത്ര കിട്ടും? ആൻസർ എത്ര നമ്പർ കിട്ടും? 81 നമ്പേഴ്സ് ഉണ്ടാവും. സീറോ ഇല്ലാത്ത, പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകള് 81. വിതൗട്ട് സീറോ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 81. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ടോട്ടലിൽ നിന്ന് സീറോ ഉള്ള 9 സബ്ട്രാക്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ 3 ഉണ്ട് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 3 ഡിജിറ്റ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ. ആ 3 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ കൊല്ലാം. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? നോക്കിക്കോളൂ. 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 2 സീറോ വരുന്നത് എത്ര ഉള്ളൂ? 2 പൂജ്യം വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഓക്കെ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവിംഗ് 2 zeros? 2 എണ്ണം ഉള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. 100, 200, 300 ഇങ്ങനെ പോയിട്ട് 900, 100, 200, 300 ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വരും? 900 വരെ. എത്ര ഉണ്ട് നോക്കിയാൽ? 2 സീറോ ഉള്ളത് എത്ര ഉണ്ട് നോക്കിയാൽ? നോക്കിയില്ലേ എത്ര എണ്ണം വരുന്നത്? ആൻസർ 9. ഓക്കെ, അപ്പൊ അതിന്റെ ഈസി ആയിട്ടുള്ള ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്നറിയോ? ഒരു സീറോ ഉള്ള, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഒരു സീറോ ഉള്ള, ഒരു പൂജ്യം ഉള്ള എത്ര 3 അക്ക നമ്പർ ഉണ്ട്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി 1 zero? അപ്പൊ 1 zero വരുന്ന നമ്പർ ഏതെന്നറിയാം. നോക്ക്, 100 ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അതിൽ 2 സീറോ ഉണ്ട്. 1 zero വരുന്ന ഫസ്റ്റ് നമ്പർ ഏതാ? 101. പിന്നെ 102, 103, അങ്ങനെ 109 വരെ വരും. 1 മുതൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര എണ്ണം വരും നോക്കിയാൽ? 9 എണ്ണം വരും. അപ്പൊ ഇത് എത്ര എണ്ണം ഒന്ന് നോക്കിയാൽ? ഇത് 9 എണ്ണം. എത്ര വരിക? ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണേ. ഇത് എത്ര വരുന്നുണ്ട്? 9 എണ്ണം വരുന്നു. ഇത് നോക്കിയാൽ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 201, 202, 201, 202, 209 വരും. അതും എത്ര എണ്ണം വരുന്നുണ്ട് നോക്കിയാൽ? നോക്കിയാൽ 1, 2, 3, 4 അങ്ങനെ എത്ര വരുന്നുണ്ട്? 9. അപ്പൊ ഇത് 9, ഇത് 9. ഇതേമാതിരി 301 തുടങ്ങുന്നത് 401, 501, 601 ഇങ്ങനെയുള്ള, അങ്ങനെ 901, 901 വരുന്നത് 909 വരെ ഉണ്ടാവും. ഇതും എത്ര എണ്ണം ഉണ്ടാവും? ഇതും നമുക്ക് എത്ര എണ്ണം കിട്ടും? 9 കിട്ടും. അപ്പൊ ഇത് 9 ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതുമാതിരി എഴുതിയ കിട്ടുന്നതാണ്. അപ്പൊ 1 9, 2 9, ഇവിടെ 9, 9, 9, 9, 9, 9. എത്ര 9 എണ്ണം വരും നോക്കിയാൽ? നോക്ക്, ഇവിടെ 1 മുതൽ 901 വരെ ഉള്ളത് 9 എണ്ണം ഉണ്ട്. ഓരോന്നിലും 9 ഈച്ച് ആണ്. 9 എണ്ണം ഉണ്ട് ഓരോന്നിലും. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വരും? മിഡിൽ സീറോ വരുന്ന നമ്പർ നമുക്ക് കിട്ടും 9 into 9 equal to 81. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒന്നിൽ 9 ആണ്, രണ്ടാമത്തിൽ 9 ആണ്. അങ്ങനെ എല്ലാത്തിലും 9 എണ്ണത്തിലും മിഡിൽ, നടുവിൽ സീറോ വരുന്നത്, നടുക്ക് മധ്യത്തിൽ സീറോ വരുന്നത് 9 9 81 എണ്ണം കിട്ടും.
അപ്പോ 0 ആയോ? ഇല്ല. ഇനി എവിടെ വരും 0? നോക്കിയാൽ റൈറ്റ് സൈഡിൽ 0 വരാം. ഈ 0 101 ഈ 0 110 ആയിട്ട് വരാം. ഈ 0 ഇപ്പുറം വരാം, ഈ 1 ഇപ്പുറം വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ എഴുതുന്ന എല്ലാ എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാല് ഈ ഇവിടുത്തെ നമ്പറും പരസ്പരം മാറ്റി കിട്ടുമ്പോ എന്താ സംഭവിക്കുക? ഈ അറ്റത്ത് 0 വരും. അപ്പൊ ഏത് മാതിരി വരും? ഈ എഴുതിയത് പോലെ നമ്പർ വരും. ഇതും എത്ര കിട്ടും? 9. ഈ 2 തുടങ്ങുന്നതിലും എത്ര കിട്ടും? 9. ഇത് എത്ര കിട്ടിയത്? ടോട്ടല് മിഡിലില് 0, മധ്യത്തിൽ 0, 0 വരുന്നത് എത്ര കിട്ടി? 81. അതേപോലെ 81 ഏതിലും കിട്ടും? എൻഡില് അവസാനത്തിൽ 0 വരുന്നത് കിട്ടും. അപ്പൊ ഇതും എത്ര കിട്ടും? 9 × 9 നമുക്ക് കിട്ടും 81. അപ്പൊ 10 വരുന്ന ടോട്ടൽ എത്ര നമ്പേഴ്സ് നമുക്ക് കിട്ടും? ഇത് മധ്യത്തിൽ 0 വരുന്നത് 81, മറ്റേതും 81. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 81 + 81. അപ്പൊ നമുക്ക് കിട്ടും 162. ഇതെന്താണ് ഈ 162? 162 എന്താണ്? ഒരു 0 വരുന്ന 3 അക്ക സംഖ്യകൾ. 10 എക്സിസ്റ്റ് ചെയ്യുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എത്ര കിട്ടുന്നത്? 162, 162 കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 0 ഇല്ലാത്ത എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. 0 ഇല്ലാത്ത എത്ര 3 അക്ക സംഖ്യകളുണ്ട്? അപ്പൊ നമ്മൾക്ക് എന്തറിയാം? ആകെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? ആകെ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം 900, 900. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 900 ആണ് 3 ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം. ഓക്കെ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 900, 900 എന്നുള്ളതാണ്. അതിൽ 0 വരുന്നത് എത്ര എണ്ണം വന്നു? 2 0 ഉള്ളത് 9 എണ്ണം വന്നു. ഒരു 0 വരുന്നത് എത്ര വന്നു? 162 വന്നു. അപ്പൊ 0 വരുന്നത് എത്ര എന്ന് ചോദിച്ചാൽ ഒരു 0 ഉള്ളതും കൂട്ടും, 2 0 ഉള്ളതും കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 162ന്റെ എത്ര? 9 കൂട്ടുക, നമുക്ക് എത്ര കിട്ടും? 171. ഈ 171 എണ്ണം പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1 0 ഉള്ള നമ്പറും വരും, 2 zeros ഉള്ള നമ്പറും വരും, ഒരു 0 ഉള്ള നമ്പറും വരും, 2 പൂജ്യങ്ങളുള്ള നമ്പറും വരും ഈ 171. അപ്പൊ 0 ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ആകെ ഉള്ളതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്താൽ മതി? ഈ പൂജ്യങ്ങളുള്ള 171 കുറച്ചാൽ മതി. വളരെ വളരെ മിടുക്കന്മാരായിട്ട് സ്കൂളിലൊക്കെ നിങ്ങൾ ആൻസർ പറഞ്ഞുകൊടുക്കണം. അപ്പൊ 900 നിന്ന് 171 സബ്ട്രാക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് എവിടെ എഴുതുക കേട്ടോ. 900 മൈനസ് 171. ഇങ്ങനെ 0 നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പ്രയാസമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം? ഈ നമ്പറിന്റെ തൊട്ട് മുമ്പിലത്തെ നമ്പർ എടുക്കുക. 900ന്റെ തൊട്ട് മുമ്പിലെ നമ്പർ എത്ര? 899. ഇതിൽ നിന്ന് തൊട്ട് മുമ്പിലുള്ള, അതിന് തൊട്ട് താഴെയുള്ള നമ്പർ എടുക്കുക. അതേതാണ്? 170. ഇതിൽ നിന്ന് കുറച്ചോളൂ. 9 9 7 പോയാൽ 2, 8 1 പോയാൽ 7. അപ്പൊ ആൻസർ എത്ര കിട്ടും? 729. ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചാൽ എത്ര ആൻസർ കിട്ടും? 729 കിട്ടും. നമ്മൾ കട എടുക്കുക എന്നൊക്കെ പറഞ്ഞ പ്രോസസ് ഉണ്ടല്ലോ, അങ്ങനെ എടുക്കുക. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഈ ആൻസർ നമുക്ക് കിട്ടും 729. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം 729. ഈ വീഡിയോ ഒന്നും ആദ്യം മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ 729 നമ്പേഴ്സ് ഹാവിംഗ് നോ സീറോസ്, അതിൽ പൂജ്യങ്ങളെ വരില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് സെയിം നമ്പർ, സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? ഒരേ അക്കങ്ങൾ ആവർത്തിച്ച് വരുന്ന എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ്. ഒരേ അക്കം ആവർത്തിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുക? 1 1 0 വരില്ലല്ലോ. 1 1 2 2 3 3 4 4. അത് എത്ര ഉണ്ട് നോക്കിയാൽ നിങ്ങൾ എത്ര ഉണ്ടാവും? ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. എത്ര ആൻസർ എഴുതാം? 9 നമ്പേഴ്സ്. 9 എണ്ണം ഉണ്ടാവും അല്ലെ? 9 എണ്ണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഒരേപോലെയുള്ള അക്ക ആവർത്തിച്ച് വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? How many 3 digit numbers? Same number digit repeat. അപ്പൊ എത്ര വരിക? 1 1 1 2 2 2 3 3 3. ഇത് എത്ര വരും? നമുക്ക് 999 വരും. അതും നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 നമുക്ക് ഒരേപോലെയുള്ള ആൻസർ കിട്ടും 9 നമ്പേഴ്സ്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഒരു പുതിയ ഒരു ടേമിനെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. പാലിൻഡ്രോമിക് നമ്പേഴ്സ്, ഇരുവഴി സംഖ്യകൾ. പാലിൻഡ്രോമിക് സിമ്പിൾ ആണ്, കണ്ടുപഠിക്കാനായിട്ട് വേറെ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. പാലിൻഡ്രോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് വായിക്കുമ്പോഴും
അത് തന്നെയായിരിക്കും അങ്ങ് ഇങ്ങോട്ട് വായിക്കുമ്പോഴും കിട്ടുന്നത്. നോക്കിക്കോ, 1 1 1 1 കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് പാലിൻഡ്രോമിക് ആണ്. നോക്കൂ, 2 2 2 2 ഇങ്ങോട്ട് വായിക്കും, ഇങ്ങനെ അങ്ങോട്ടുള്ള വഴിയിലും അങ്ങ് ഇങ്ങോട്ടുള്ള വഴിയിലും സെയിം ആയിട്ട് വരിക. 2 2 2 2 അപ്പൊ ഇത് പാലിൻഡ്രോമിക് ആണ്. നോക്ക്, 1 0 1 റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോൾ 1 0 1 പാലിൻഡ്രോമിക്. 1 2 3 2 1 1 2 3 2 1 4 5 6 5 4 4 5 6 5 4 4 5 6 5 4. ഇനി ഇവിടെ നോക്കാം, 4 7 6 7 4 4 7 6 7 4 4 7 6 7 4 കറക്റ്റ്. ഇങ്ങനെ വരുന്ന നമ്പറാണ് പാലിൻഡ്രോമിക്. എന്നാൽ ഇത് പാലിൻഡ്രോമിക് അല്ല. ഇത് പാലിൻഡ്രോമിക് അല്ല. വൈ? നമുക്ക് 1 3 2 3 എന്നാണ് റീഡ് ചെയ്യുക. ഇത് വായിക്കുക 3 2 3 1 അല്ലേ വായിക്കുക. അപ്പൊ പാലിൻഡ്രോമിക് അല്ല. അപ്പൊ പാലിൻഡ്രോമിക് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ മനസ്സിലായല്ലോ. ഇങ്ങനെ അങ്ങോട്ട് വായിക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കുമ്പോഴും സെയിം ആയിട്ട് നമുക്ക് വരണം. ഓക്കെ, ഇപ്പൊ നമ്മൾ മാം എന്ന് പറയില്ലേ, മാം MAM MAM മാം പാലിൻഡ്രോമിക്. ഓക്കെ, യെസ്, ഇത് നമ്പേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? 2 ഡിജിറ്റ് ആയിട്ടുള്ള എത്ര പാലിൻഡ്രോമിക് ഇരുവഴി സംഖ്യകളുണ്ട്? അതായത് 2 ഡിജിറ്റ് ഇല്ല, 2 അക്കങ്ങളുള്ള എത്ര ഉണ്ട് എന്നാണ്. അതായത് ഇടത്തുനിന്ന് വലത്തേക്ക് വായിക്കുമ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുമ്പോഴും സെയിം ആയിട്ട് വരണം. അപ്പൊ നോക്ക് 1 1 1 1 2 2 2 2 3 3. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ടാവുള്ളൂ? 11 മുതൽ 99 വരെ. എത്ര ആൻസർ വരും? നമുക്ക് ആൻസർ 9. സിമ്പിൾ ആണല്ലോ, 9 എണ്ണം. ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തെ ആൻസർ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. 3 അക്ക സംഖ്യകൾ എത്ര ഉണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, 101 വായിക്കുമല്ലോ, 101 101 101 100 100 പറ്റുമോ? ഇല്ല, 100 ആവില്ലല്ലോ. നോക്കിയേ, 100 ആവോ? 100 001 100 ശരിയാവോ? ഇല്ല. അപ്പൊ ഇത് പാലിൻഡ്രോമിക് അല്ല, 101 ആണ്. ഇനി നോക്ക്, 101 അതേപോലെ 202 303 909 ഇതെല്ലാം പാലിൻഡ്രോമിക് ആണ്. നോക്ക്, 111 ഇനിയോ 121 131 141 151 161 171 181 191 കറക്റ്റ്. പിന്നെ 110 വരില്ലല്ലോ, ഇല്ല. അപ്പൊ ഇത്ര നമ്പേഴ്സ് എല്ലാം 1ൽ തുടങ്ങുന്ന പാലിൻഡ്രോമിക് നമ്പറുകളാണ്. ഇതേമാതിരി 2ൽ തുടങ്ങുന്ന പാലിൻഡ്രോമിക് നമ്പറിന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഏതെല്ലാം നമുക്ക് വരിക? ആദ്യം നമുക്ക് എത്ര എഴുതാം? 202 201 ആവില്ലല്ലോ. 201 ആയ ശരിയാവോ? 102 തെറ്റാണ്. അപ്പൊ 202. പിന്നെ നമുക്ക് എന്ത് പറയാം? 222 പിന്നെ 212 പിന്നെ 222 പിന്നെ 232 242 252 അങ്ങനെ വരും. എത്ര വരും? 292 വരെ ഇങ്ങനെ വരും. ഇനി 303 എത്ര വരും നമുക്ക്? 313 വരൂല്ലേ? 323 അതായത് 3ക്കും 3ക്കും അടിയിൽ 0 മുതൽ 333 വരും. അങ്ങനെ വന്നിട്ടാകുമ്പോ 393 വരും. അപ്പൊ സിമ്പിൾ ആയില്ലേ? അങ്ങനെ ഓരോന്നിനും വരും. ഇനി നോക്ക്, ഇങ്ങനെയുള്ള എത്ര വരും നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. ഇങ്ങനെയുള്ളത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, 10 എണ്ണം ഉണ്ട് ഇത്. അപ്പൊ ഇതും 10 എണ്ണം വന്നു. ഇത് 10 ഇത് 10 10 10 10 അങ്ങനെ 909 ആണ്. അടുത്ത എത്ര വരിക? 919 929 ഇങ്ങനെ പോയി എത്ര ഉണ്ടാവും? ലാസ്റ്റ് 999 വരും പാലിൻഡ്രോമിക്. അപ്പൊ ഇതും എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും. ഇത് 10 എണ്ണം, ഇത് 10 10 10. അപ്പൊ എത്ര 10 എണ്ണം ഉണ്ടാവും? 101 മുതൽ എത്ര വരെ ഉണ്ട്? 909 വരെ. നോക്കിയാൽ 1 2 3 ഇങ്ങനെ പോയി 8 9 എത്ര എണ്ണം ഉണ്ടാവുക? ഇങ്ങനെയുള്ളത് 9 എണ്ണം ഉണ്ടാവും. എത്ര എണ്ണം വരും? 9 വരും. അപ്പൊ ഇങ്ങനെ വരുന്നത് എത്ര എണ്ണം വരും? 10 വരും. ഇങ്ങനെ വരുന്നത് എത്ര? 9. അപ്പൊ ടോട്ടൽ എത്ര വരും? 9 × 10 അല്ലെങ്കിൽ 10 × 9. നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് 90 കിട്ടും. അപ്പൊ എത്ര 3 ഡിജിറ്റ് നമ്പർ പാലിൻഡ്രോമിക് ഉണ്ട്, എത്ര 3 അക്ക സംഖ്യകൾ ഇരുവഴി സംഖ്യകളായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും 90. ഐഡിയ മനസ്സിലായല്ലോ? 101 വെച്ചിട്ട് 1 വെച്ചിട്ടുള്ളത് എഴുതുക, പിന്നെ 2 വെച്ചിട്ടുള്ളത് എഴുതുക, പിന്നെ 3 വെച്ചിട്ടുള്ളത് 0 മുതൽ 9 വരെയുള്ളത്
എഴുതി എഴുതി കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. സ്കൂളിൽ സാർ എടുക്കുമ്പോൾ മെടുക്കലായിട്ട് വരിക. ഓക്കെ. ഇനി 4 ഡിജിറ്റ് നമ്പറിൽ വരുന്ന എത്ര പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഉണ്ട്? 4 അക്ക സംഖ്യകളിലായി വരുന്ന എത്ര ഇരുവഴി സംഖ്യകൾ ഉണ്ടെന്നാണ്. നമുക്ക് 1001 വരെ തുടങ്ങാം. നമുക്ക് 2002 9009 നടുക്ക് 2 സീറോ വരാം. ഈ ഇതിൽ വരുന്നത് തന്നെ ഇവിടെയും വരണം, അല്ലെങ്കിൽ പാലിൻഡ്രോമിക് ആവില്ല. അപ്പൊ ഇത് രണ്ട് ഒരേ നമ്പർ വരണം, ഇത് രണ്ടും ഒരേ നമ്പർ വരണം. ഓക്കെ, അങ്ങനെ എത്ര നമ്പറുകൾ നമുക്ക് എഴുതാൻ പറ്റുന്നില്ലാണ് നോക്കിക്കോളൂ. 1001 പിന്നെ 1111 ആക്കാം, പാലിൻഡ്രോമിക് ആണ്. ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും സെയിം ആണ്. 1221 ആക്കാം, സെയിം ആണ്. അങ്ങനെ 1991 വരും. 2002 തുടങ്ങിയിട്ട് 2992 വരെ, 9009 മുതൽ വരുന്ന 999 വരെ. അപ്പൊ ടോട്ടൽ എത്ര വരും നോക്കിയേ. നോക്ക്, 1 2 മുതൽ ഇങ്ങനെ 9 വരെ എത്ര എണ്ണം വരും? 9 എണ്ണം വരും. ഇങ്ങനെ വരുന്നത് 9. ഇനി ഇങ്ങനെ വരുന്നത് എത്ര വരും നോക്കിയേ. നോക്ക്, 1 മുതൽ 9 വരെ 9 ആയി. 1 മുതൽ 2 3 മുതൽ 9 വരെ 9 ആയി. മുമ്പിൽ 0 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 10 വന്നു. അപ്പൊ ഇങ്ങനെ വരുന്നത് എത്രയാണ്? 10 ആണ്. ഇങ്ങനെ വരുന്നത് എത്രയാണ്? 9 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് 9 × 10 അല്ലേ, അല്ലെങ്കിൽ 10 × 9. 10 × 9 നമുക്ക് ആൻസർ കിട്ടുന്നു 90. ഓക്കെ, സ്കൂളില് മര്യാദ എന്താ പറയാ പഠിച്ച് മനസ്സിലാക്കിയിട്ട് സ്കൂളിൽ സ്മാർട്ട് ആവുക. ഓക്കെ, യെസ്, സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യൂസിങ് 1 2 3 4 ഹൗ മെനി 4 ഡിജിറ്റ് ക്യാൻ ബി റിട്ടൺ? നമുക്ക് എത്ര 4 അക്ക സംഖ്യകൾ എഴുതാൻ പറ്റും? ഈ 1 2 3 4 ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ എഴുതാൻ കഴിയും? എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ഒരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല പഠിച്ചത്? നമുക്ക് 1 2 3 4 4 ഡിജിറ്റ് ആയത്. അപ്പൊ 4ൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് 4 × 3 × 2 × 1, 4 മുതൽ 1 വരെ ഇത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്, അക്കങ്ങളുടെ എണ്ണമാണ്. അതിന് 1 മുതൽ കുറച്ചിട്ട് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക്? 4 × 3 12, 12 × 2 24, 24. ഇനി അല്ല, നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിൽ നമുക്ക് 24 എണ്ണത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എണ്ണം ഉണ്ടാവും, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 നമ്പേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര എഴുതാൻ പറ്റും വെച്ചാൽ നമ്പേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഈ നമ്പറിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ മുതൽ എല്ലാം എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, 24. രണ്ടാമത്തെ അതിലെ ഭാഗം നോക്കുക. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ അറിയോ? ഈ 4 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം കിട്ടിയാൽ അവയുടെ ടോട്ടൽ സം എത്രയുണ്ടാവും? അവയുടെ ആകെ തുക എത്രയുണ്ടാവും? ഈ നമ്പറുകളെല്ലാം കൂട്ടിയാൽ എത്രയുണ്ടാവും? വലിയൊരു നമ്പർ ആയിരിക്കും. നമ്മളിങ്ങനെ ഓരോന്നും കൂട്ടി പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന നോക്കാം. ഇവിടെ വരുന്നത് നോക്കിയാൽ 1214, 1244, 1324 ഇങ്ങനെയല്ലേ പോവുക. അപ്പൊ ഇവിടെ എത്ര ആയിരങ്ങൾ ഉണ്ട് നോക്കുക, എത്ര 1000 ഉണ്ട് നോക്കിയാൽ. 1000, ഇത് 1000ന്റെ സ്ഥാനല്ലേ? 1000 ആണ് ഈ സ്ഥലം. അപ്പൊ എത്ര 1000 ഉണ്ട് നോക്കിയാൽ? 1 2 3 4 5 6. അപ്പൊ 6 × 1000 ആണ് ഇതിന്റെ 1000ന്റെ പ്ലേസ് നമ്മൾ കൂട്ടിയാൽ കിട്ടുന്നത്. അപ്പൊ ഇതുമാതിരി നോക്കിയാൽ ഇവിടെ ആ 1000ന്റെ പ്ലേസിൽ എത്രയുള്ളത് നോക്കിയാൽ 1000 അല്ല, എത്ര ആയിരം ഉള്ളത് നോക്കിയാൽ 2000. 2000 അല്ലെങ്കിൽ 2000ത്തിൽ വരുന്നതല്ലേ? അപ്പൊ എത്ര 2000 ഉണ്ട്? 6 2000 കാണുന്നില്ലേ? 2000 2000കളല്ലേ? അപ്പൊ 6 × 2000. ഇവിടെ 6 3000 ഉണ്ട്. ഇത് 1000ന്റെ പ്ലേസ് ആണ്, ഇത് 1000ന്റെ പ്ലേസ് ആണ്, ഇതോ 1000ന്റെ. അപ്പൊ എത്ര? 6 4000 ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ആരെ ചെയ്തു കഴിഞ്ഞു? ഈ അറ്റത്തുള്ള നമ്പറുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഈ നമ്പർ ചെയ്തു കഴിഞ്ഞു, ഈ നമ്പറുകൾ ചെയ്തു കഴിഞ്ഞു, ഈ നമ്പറുകൾ ചെയ്തു കഴിഞ്ഞു, ഈ നമ്പറുകൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് 100 പ്ലേസിന്റെ ആണ്, അതായത് 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യകളുടെ വില കണ്ടുപിടിക്കാൻ. നോക്കിയാൽ ഇവിടെ 2 100 ഉണ്ട്, ഇവിടെ 2 100 ഉണ്ട്. നോക്ക്, ഇവിടെ എത്ര? ഇവിടെ 2, ഇവിടെ 2ന്റെ സ്ഥാനത്ത് 100 ഇല്ല. ഇവിടെ 2ന്റെ സ്ഥാനത്ത് നോക്കിയാൽ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ ഇവിടെ 2 2ആയി, ഇവിടെ ഇപ്പൊ 2 അടക്കം 4 2ആയി. ഇവിടെ എത്രയായി? 100ന്റെ സ്ഥാനത്ത് വരുന്ന നോക്കിയാൽ 2 2 ഉണ്ട്. അപ്പൊ ആകെ എത്ര 2ആയി? 100ന്റെ സ്ഥാനത്ത് വരുന്നത് 6 2കളായി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6 × നമുക്ക് എത്ര കിട്ടി? 200
കിട്ടി നമുക്ക്. സോറി, ഇവിടെ എഴുതാം 6 × 200 നമുക്ക് കിട്ടും. 200 ആണ്, ഇത് 100ന്റെ സ്ഥാനത്താണ്. 6 × 200 കിട്ടി. ഇനി നോക്കാം, അപ്പൊ ഈ 100 പ്ലേസിന്റെ 2ന്റെ ആയി. ഇനി 3ന്റെ നോക്കാം. ഇവിടെ 2 3 ഉണ്ട്, പിന്നെ ഇവിടെ നമുക്ക് 2 3 ഇവിടെയും ഉണ്ട്, 4 3 ആയി. പിന്നെ ഇവിടെ നമുക്ക് 2 3 ഉണ്ട്, ഇവിടെയും 2 3 വരുന്നുണ്ട് അല്ലെ, 100ന്റെ പ്ലേസ് അല്ലേ ഇത്. ഓക്കെ, അപ്പൊ എത്ര 3 ഉണ്ട്? 6 300 ഉണ്ട്. ഓക്കെ, ഇത് 300 അല്ലേ, ഇത് 300 അല്ലേ. 300കൾ എത്ര ഉണ്ടോ നോക്കിയാൽ 1 2 3 4 5 6 300 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് 6 300 ഉണ്ട്. ഇനി പിന്നെ നമുക്ക് 3ന്റെ ആയി. പിന്നെ 400ന്റെ നോക്കാം. അപ്പൊ ഇത് 2 400, ഇവിടെ 100ന്റെ സ്ഥാനത്ത് 2 400, അപ്പൊ 2 2 4 ആയി. ഇവിടെ എത്രയായി? 2 എണ്ണം, 6 എണ്ണായി. ഇവിടെ 400ന്റെ സ്ഥാനത്ത് ഇല്ലല്ലോ, 100ന്റെ 100ന്റെ സ്ഥാനത്ത് ഉണ്ടാ ഇല്ല. അപ്പൊ എത്ര 400? 6 400 ആയി. ഇനി നമുക്ക് അപ്പൊ ഈ 100ന്റെ സ്ഥാനത്തുള്ള ഇത്രയും കാര്യങ്ങളായി. ഇനി വേറെ 100ന്റെ സ്ഥാനത്ത് ഉണ്ടോ നോക്കിയാൽ ഇവിടെ കഴിഞ്ഞ ശേഷം 1 ഇവിടെ ഉണ്ട്. ഇത് 100 അല്ലേ, 1 നമ്മ കണക്കൂട്ടിട്ടാ. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 2 1 ഉണ്ട്, 3 4 നോക്ക് 5 6, ഇതെല്ലാം 6 100 ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഞാൻ 6 × 100 എഴുതാം. അപ്പൊ എന്തായി? 100 പ്ലേസിലുള്ള എല്ലാ നമ്പേഴ്സും ഇപ്പൊ നമ്മള് എഴുതി കഴിഞ്ഞു. 100ന്റെ പ്ലേസിലുള്ള എല്ലാ, അത് ഞാൻ എല്ലാം തടഞ്ഞു 100 പ്ലേസ്. ഇനി 10 പ്ലേസിലേക്ക് വരിക. 10 പ്ലേസിലേക്ക് വരുമ്പോ 3 എത്ര സ്ഥലത്തുണ്ട് നോക്കിയാൽ 10ല് ഒരു 3 ഇവിടെ ഉണ്ട്, ഒരു 3 ഇവിടെ ഉണ്ട്. അപ്പൊ 2 3 ആയി. ഇവിടെ ഒരു 3, ഇത് 100 ആണ് അല്ലെ, 100 ഇതാണ് 100 പ്ലേസ്. നേരത്തെ എഴുതിയ മാറിപ്പോ 3 വരുന്നത് എത്ര നോക്കിക്കോ. ഒരു 10ന്റെ സ്ഥാനം, ഇത് 10 ആണ്, ഇത് 10, ഇത് 10, ഇത് 10, ഇത് 100 ആയിരുന്നേ. ഓക്കെ, ഇത് 10, ഓക്കെ, ഇത് 1ന്റെയും. അപ്പൊ അതും ഞാൻ എഴുതി വെച്ചേക്കാം. ഇത് 1ന്റെ സ്ഥാനാണ്, ഇത് 1ന്റെ സ്ഥാനാണ്. ഓക്കെ, 10ന്റെ സ്ഥാനത്ത് വരുന്ന നോക്കിക്കാൻ 10ന്റെ പ്ലേസിൽ വരുന്ന ഒരു 3 2 3 3 3 4 3 10ന്റെ സ്ഥാനത്താണ് 10 വാല്യൂ വരുന്നതാണ്. 4 3, പിന്നെ ഒരു 5 3, പിന്നെ ഒരു 6 3. അപ്പൊ എത്ര 3 ഉണ്ട്? 6 30. അപ്പൊ 6 × 30. ഇനി 3 ന്റെ കഴിഞ്ഞു. ഇനി 4ന്റെ എടുക്കാം. 4ന്റെ നോക്ക്, ഒരു 4 2 4 3 4 4 4 5 4 6 4. ഇവിടെ 10ന്റെ സ്ഥാനത്ത് 4 ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 6 4. 4ന്റെ പ്ലേസ് ഏതാണ്? ഇതാണ് 6 × 40. ഓക്കെ, 40 × ആയി. ഇനി ഏതാണ്? 2 വരുന്നത്. 2 എത്ര വരുന്നത് നോക്കിയാൽ 1 2 നോക്ക്, ഇവിടെ 2 ഇല്ല. ഇവിടെ 10ന്റെ പ്ലേസിൽ 2 ഒക്കെ ഉണ്ട്, 3 4 ഇവിടെ ഉണ്ട്, 5 6 6 × 20. 6 × 20. ഇനി 2ന്റെ ആയി. പിന്നെ 4ന്റെ നമ്മൾ എടുത്തു, പിന്നെ അതുമായി 2ന്റെ എടുത്തു. ഇനി ഏതിന്റെ എടുക്കേണ്ടത് ബാക്കി? ഇനി ഏതെടുക്കണം? 1ന്റെ 10ന്റെ എടുക്കണം. 10 ഉണ്ടല്ലോ ഇതില്. 10 നോക്കിയാൽ ഇവിടെ ഒരു 10 ഉണ്ട്, ഇതിൽ 10 ഇല്ല കേട്ടോ. ഇതിൽ ഒരു 10 ഉണ്ട്, 2 10 ആയി. 1ന്റെ 10 അല്ലേ, 3 എണ്ണായി, 4 എണ്ണം ആയി. പിന്നെ ഇവിടെ 5, ഇവിടെ 1 6. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 × 10 കിട്ടും. 6 × 10 കിട്ടും. അപ്പൊ ഈ 10ന്റെതും നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. 10ന്റെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റിൽ വരുന്നത് എന്താണ്? 4 1ന്റെ പ്ലേസിൽ വരുന്നതാണ്. 1ന്റെ പ്ലേസിൽ വരുന്നതാണ് ഇനി നമ്മൾ ലാസ്റ്റിൽ പറയാൻ പോകുന്നു കേട്ടോ. 1ന്റെ പ്ലേസിൽ വരുന്നത് നോക്കാം. 4 എത്ര സ്ഥാനത്തുണ്ട് നോക്കിയാൽ ഒരു 4 2 4 4ആയി, 3 4 4 4 5 4. ഇത് 1 ആണ്. 5 4 6 4. ഓക്കെ, ഇനി വേറെ 4 ഇല്ലല്ലോ. അപ്പൊ 6 4 അത് ഞാൻ ഇവിടെ എഴുതാം. 6 × 4 എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി ഇങ്ങനെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എല്ലാം 3 അതേമാതിരി 6 എണ്ണം വരും. 1 2 3 4 5 6 6 3. ഓക്കെ, നമ്മള് സമയം ലാഭിക്കാം. പിന്നെ വരുന്നത് 4ആയി 3ആയി. പിന്നെ 2ഉം എത്ര നിങ്ങൾ നോക്കിയാൽ കാണാം. 2ഉം 6 സ്ഥലത്ത് ഉണ്ടാവും.
അപ്പൊ 6 into 2 ഉണ്ടാവും. പിന്നെ 1 ആണ് നോക്കേണ്ടത്. 1 ഇതില് 1 ഇല്ല, ഇതില് ഒരു 1, 2 1 ആയി, 2 1 3 4 5 6 1. അപ്പൊ 6 1. ഓക്കെ, ഇത് നമ്മൾ ചെയ്താൽ നമ്മൾക്ക് ഇതെല്ലാം കൂടി നമുക്ക് ആൻസർ ആയി. നോക്ക് 6 into ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ വാല്യൂസ് നോക്ക്. ഇവിടെ 6000, 6 2000, 6 3000, 6 4000 എല്ലാം 6കളാണ്. അപ്പൊ അതുകൊണ്ട് 6 1000 2000 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ മറ്റേ നോക്ക് 600 200 300 400 എല്ലാം 6നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 100 200 300 400 ആഡ് ചെയ്തിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ 10 20 30 ഇതേമാതിരി എല്ലാത്തിനും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,000 ആണ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1000 ആണ്. ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നത് 100 ആണ്. ഇതെല്ലാം കൂട്ടിയാൽ കിട്ടുന്നത് 10 ആണ്. അപ്പൊ 6നെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 60,000 60,000. 6നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 6000. 6നെ 100 കൊണ്ട് 600. 6നെ 10 കൊണ്ട് 60 60. എല്ലാം കൂട്ടി നമുക്ക് ആൻസർ കിട്ടും 6 6 6 6 6. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും എഴുതിയിട്ട് കണ്ടുപിടിക്ക് സമയം കളയണം എന്ന് ഇല്ല. നമുക്ക് ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നോക്ക്, എല്ലാം 1 2 3 4 ആണല്ലോ. നിങ്ങൾ നോക്കിയില്ലേ, എല്ലാം കൂട്ടിയപ്പോഴും നോക്കിയാൽ 1 കൂട്ടിയപ്പോ നമുക്ക് കിട്ടി 10 എന്ന് കിട്ടി. ഇത് കൂട്ടിയപ്പോ നമ്പർ കൂട്ടിയ 10, പിന്നെ കൂട്ടിയപ്പോ കിട്ടിയ 100, പിന്നെ കൂട്ടിയപ്പോ കിട്ടിയ 1000, പിന്നെ കൂട്ടിയപ്പോ കിട്ടിയപ്പോ 10,000. ഈ തരത്തിലാണ് നമ്മളുടെ നമ്പർ വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മള് 6 ഉണ്ടായിട്ട് 6 ഈ 6 ഇവിടെ വരേണ്ട കാരണം എന്താ, ഒരേപോലെയുള്ള നമ്പറുകൾ 6 എണ്ണം വരുന്നുണ്ട് എന്നുള്ളതാണ്. 1000ന്റെയും 100ന്റെയും എല്ലാ സ്ഥാനത്തും 6 ഒരേ ടൈപ്പ് വരുന്നതുകൊണ്ടാണ് ഈ 6 വന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ചെയ്യാൻ എളുപ്പ വഴിയായി ചെയ്താൽ മതി. 6 into നിങ്ങൾ ചെയ്യേണ്ടത് 1ഉം 2ഉം 3ഉം 4ഉം കൂട്ടുക. 1ഉം 2ഉം 3ഉം 4ഉം കൂട്ടുക. എന്നിട്ട് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടും. അത് ആ ഉത്തരമാണ് ഈ ഉത്തരം കിട്ടല്. രണ്ടാമത്തെ നമ്പർ കിട്ടാൻ അതേ 6നെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ ആൻസർ കിട്ടും. അതേ തന്നെ 6നെ 1ഉം 2ഉം 3ഉം 4ഉം കൂട്ടി 10 കൊണ്ട് ഗുണിച്ചാൽ മറ്റേ നമ്പറുകൾ ഇൻറ്റു 1 കൊണ്ട് ഗുണിച്ചാൽ ലാസ്റ്റ് നമ്പർ. അപ്പൊ എന്ത് ചെയ്താൽ മതി അറിയോ, ഇതിന്റെ തുക കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 1ഉം 2 അതിലത്തെ നമ്പറുകൾ ഡിജിറ്റ് നമുക്ക് 1 2 3 4 ഉപയോഗിച്ചിട്ടല്ലേ ചോദ്യം പറഞ്ഞത്, അതെല്ലാം കൂടെ കൂട്ടുക, നമുക്ക് 10 കിട്ടും. പിന്നെ ചെയ്യേണ്ടത് എന്താ, 6 into 10 എന്ന് എഴുതിയിട്ട് ഇതിന്റെ കൂടെ ആദ്യം 1000, പിന്നെ 6 into 10 തന്നെ എഴുതിയിട്ട് നമ്മൾ എത്ര എഴുതുക, 100. പിന്നെ 6 into 10 തന്നെ എഴുതിയിട്ട് പിന്നെ എത്ര എഴുതുക, ഇവിടെ 6 into 10 1000, 6 into 10 100, 6 into 10 10, 6 into 10 എത്ര വരില്ലേ, 1 എന്ന് പറയുന്ന നമ്പർ വരും. വേറൊരു തരത്തിൽ പറഞ്ഞാല് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി എല്ലടിക്ക് 6 into 10 6 into 10 6 into 10 വരുന്നില്ലേ, നോക്ക് 1000 100 10 ഒന്നും കൂടെ കൂട്ടിയിട്ട് 1111 വരും. 1111 വരും. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടിയിട്ടുള്ള 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യുമ്പോൾ. അപ്പൊ വെറും ആൻസറെ വേണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, 1ഉം 2ഉം 3 ആ നമ്പറുകൾ കൂട്ടുന്നു. ആദ്യം ഏത് നമ്പർ വന്നാലും നമ്പറുകൾ കൂട്ടുന്നു, അത് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 6 വെച്ചിട്ട് ഓരോന്നിനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഇട്ട് ചെയ്യാൻ. ഇത് മാത്രം ഇത്ര പോലെ മാത്രം ചെയ്തിട്ട് വില കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പൊ നമ്മള് ഈ വീഡിയോ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആണ്. കൃത്യമായി ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ മിടുക്കരായിട്ട് മാറുക, ക്ലാസ്സിൽ വളരെ മിടുക്കരായിട്ട് മാറുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി. ഓക്കെ.